പ്രതിഷേധങ്ങൾക്കൊടുവിൽ 11ാം ദിവസം വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട്ടിലെത്തി ഫിഷറീസ് മന്ത്രി. പ്രതിഷേധങ്ങളെ ഭയന്ന് ആഭ്യന്തരമന്ത്രിക്കൊപ്പമാണ് വകുപ്പ് മന്ത്രി എത്തിയത്. തിരച്ചിലിൽ അലംഭാവം തുടർന്ന് സർക്കാർ നിലപാടിൽ കുടുംബം പ്രതിഷേധം അറിയിച്ചു. അതേസമയം 11 ദിവസവും വിഷയത്തിൽ പ്രതികരിക്കാത്തതിൽ കൃത്യമായ മറുപടി നൽകാതെ ഫിഷറീസ് മന്ത്രി ഒഴിഞ്ഞുമാറി. അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തെ മന്ത്രി കാണാൻ എത്തുന്നില്ലെന്ന പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിലാണ് മന്ത്രിയുടെ സന്ദർശനം. പ്രതിഷേധങ്ങൾ ഒഴിവാക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ് മാധ്യമങ്ങളെ പോലും അറിയിക്കാതെ ഫിഷറീസ് വകുപ്പ് മന്ത്രി എത്തിയത്. അതേസമയം അപകടം നടന്ന ആദ്യ മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാത്തതിലുള്ള പ്രതിഷേധം കുടുംബം മന്ത്രിയെ അറിയിച്ചു. അത് ആ വീഡിയോയും ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ആ സ്റ്റാൻഡിൽ ഇപ്പോഴും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഒരിക്കലും അങ്ങനെ അത്തരം പരാമർശങ്ങൾ ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട് പറയേണ്ടതല്ല. അത് ഉറപ്പായിട്ടും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അവഹേളിക്കുന്ന തരത്തിലാണ് അത് ആവിപ്പോകുന്നത്. ഇനി പരാമർശങ്ങൾ നടത്തുമ്പോഴെങ്കിലും ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അവരെ അടിച്ചമർത്തുന്ന രീതിയിലോ ആകരുത്. അവരുടെയും കൂടെ വോട്ടാണ് നിങ്ങളുടെ കസേരകൾ എന്ന് മറക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 11 ദിവസവും തിരച്ചിലടക്കമുള്ള നടപടിക്രമങ്ങളിൽ അലംഭാവം തുടർന്നതിലും ജോണിന്റെ വീട്ടിൽ എത്താത്തതിലും വകുപ്പ് മന്ത്രിക്ക് കൃത്യമായ മറുപടിയില്ല. സംഭവം നടന്നിട്ട് 10 ദിവസമായി, ഇതുവരെ മന്ത്രി ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ള വലിയ ആക്ഷേപമാണ് നിലനിന്നിരുന്നത്. നമ്മൾ സെർച്ചിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. സെർച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള സെർച്ച്. ഇന്നിപ്പോൾ 11ാമത്തെ ദിവസമാണ്. നമ്മൾ കൃത്യമായി സെർച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സെർച്ച്. അപ്പോൾ ആ സെർച്ച് ബാക്കിയുള്ള അതിന് പിന്നിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആയിരുന്നു. എന്നാൽ 11ാം ദിവസവും ജോണിനായുള്ള തെരച്ചിൽ ഫലപ്രദമായി നടക്കുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. കുടുംബം ആവശ്യപ്പെട്ട പ്രകാരമുള്ള രാമേശ്വരത്തെ തെരച്ചിലിലും അലംഭാവം തുടരുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.